ശബ്ദം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ ഇതുവരെ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തുൽ മാഊനായിരുന്നു. ഇനി 10 സൂറത്തുകളിൽ 2 സൂറത്താണ് ബാക്കിയുള്ളത്, സൂറത്തുൽ ഫീലും സൂറത്തുൽ ഖുറൈശും. ഈ 2 സൂറത്തും അധികം മുഫസ്സിരീങ്ങളും ഒരുമിച്ച് ബന്ധമുള്ള 2 സൂറത്തുകളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിന്റെ കിതാബുകളിൽ ഈ 2 സൂറത്തുകളെയും ഒരുമിച്ചാണ് തഫ്സീർ ചെയ്തിരിക്കുന്നത്. റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചില നമസ്കാരങ്ങൾ അദ്ദേഹം രണ്ടാമത്തെ റക്അത്തിൽ ഈ 2 സൂറത്തുകൾ ഒരുമിച്ച് പാരായണം ചെയ്യുമായിരുന്നു. കാരണം പരസ്പരം ബന്ധമുള്ള 2 സൂറത്തുകളാണ്. മക്കിയായ സൂറത്താണ്. ഈ സൂറത്തിൽ 4 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ഖുറൈശിൽ ഇത് അല്ലാഹു തആല ഖുറൈശികൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഈ സൂറത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഖുറൈശികൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ പല അനുഗ്രഹങ്ങളും നൽകിയിരുന്നു. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അവരിൽ നിന്ന് അല്ലാഹു തആല നബിയെ അയച്ചു. ഖുറൈശിയായ നബിയെ അല്ലാഹു തആല അവസാനത്തെ പ്രവാചകനാക്കി. അതുപോലെ പരിശുദ്ധമായ ഹജ്ജിന് ജാഹിലിയ കാലഘട്ടത്തിൽ വരുന്ന ജനങ്ങൾക്ക്, ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാനും വെള്ളം കുടിപ്പിക്കാനും സിഖായത്തുൽ ഹാജ്, കഅബയുടെ പരിപാലനമെല്ലാം ഖുറൈശികൾ ഉത്തരവാദിത്തമായിരുന്നു. പിന്നെ നബിതങ്ങളെ അയച്ചത് അവരിലേക്കാണ്. അവരിൽ നബി വന്നത് അവരിലേക്ക് തന്നെയാണ്. പിന്നെ അല്ലാഹു തആല അവരെ പ്രത്യേകമായ സഹായം ഇറക്കി. അബ്രഹത്തിന്റെ പട്ടാളത്തെ നശിപ്പിച്ച അല്ലാഹു തആല അവരെ സഹായിച്ചു. ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ അവരുടെ പേരിൽ അല്ലാഹു തആല അവതരിപ്പിക്കുകയുണ്ടായി, സൂറത്തുൽ ഖുറൈശ്. പിന്നെ ഖിലാഫത്ത്, അധികാരം അല്ലാഹു തആല അവരിലേക്ക് നൽകി. ഇങ്ങനെ പല പല അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട, ആദരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഖുറൈശികൾ. ജനങ്ങൾക്കിടയിൽ പ്രത്യേകമായ ബഹുമാനവും ആദരവും നൽകിയിരുന്നു. ഹദീസിൽ വരുന്നുണ്ട്, ഇസ്മായിൽ സന്തതികളിൽ അല്ലാഹു തആല കിനാന ഗോത്രത്തിന് പ്രത്യേകമായ മഹത്വം നൽകി. കിനാന ഗോത്രത്തിൽ ഖുറൈശികൾക്ക് മഹത്വം നൽകി. ഖുറൈശികളിൽ ബനു ഹാഷിമിന് മഹത്വം നൽകി. ബനു ഹാഷിമിൽ നിന്നും അല്ലാഹു തആല എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഖുറൈശികൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ജനങ്ങൾക്കിടയിൽ മഹത്വമുള്ളവരാണ്. അല്ലാഹു തആല അവർക്ക് നൽകിയ ബാഹ്യമായ ചില അനുഗ്രഹങ്ങളെ അല്ലാഹു തആല അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സൂറത്തിൽ കൂടി അല്ലാഹു തആല അവർക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അവർക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف. لإيلاف ഇണക്കമുണ്ടാക്കിയ കാരണത്താൽ, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കിയ കാരണത്താൽ, ഈലാഫിഹിം അവർക്ക്, ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഖുറൈശികൾക്ക് ഉഷ്ണകാലത്തും ചൂടുകാലത്തും ശൈത്യകാല തണുപ്പ് കാലത്തും യാത്രയോട് ഇണക്കമുണ്ടാക്കിയ കാരണത്താൽ, റിഹ്ലത യാത്രക്ക്, അശ്ശിത ശൈത്യകാലം, അസ്സൈഫ് ഉഷ്ണകാലം ചൂടുകാലം, ഈ 2 കാലഘട്ടത്തിലും യാത്ര അവർക്ക് എളുപ്പമാക്കി. ഫല്യഅ്ബുദു അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ, റബ്ബ ഹാദൽ ബൈത്ത് ഈ വീടിന്റെ, ഈ ഭവനത്തിന്റെ, വിശുദ്ധ കഅബയുടെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അല്ലദീ ഒരുവനെ, അവൻ എങ്ങനെയുള്ളവൻ, അത്അമഹും അവർക്ക് ആഹാരം നൽകി, മിൻ ജൂ' വിശപ്പിൽ നിന്നും, അത്അമഹും അവർക്ക് ആഹാരം നൽകി, മിൻ ജൂ' വിശപ്പിൽ നിന്നും,
വിശപ്പിൽ നിന്നും അവർക്ക് ആഹാരം നൽകിയവനായ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. മാത്രമല്ല വആമനഹും മിൻ ഖൗഫ്, അവർക്ക് നിർഭയത്വവും ഭയത്തിൽ നിന്ന്, വആമനഹും അവർക്ക് നിർഭയത്വവും നൽകി, മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന്. അല്ലാഹു തആല പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് നൽകിയ പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അല്ലാഹു തആല അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നൽകി. 2 സമയത്ത് എടുത്തു പറഞ്ഞു. ചൂട് കാലഘട്ടത്തിലും തണുപ്പിന്റെ സമയത്തും അവർക്ക് യാത്ര അല്ലാഹു തആല എളുപ്പമാക്കി. കാരണം അറബികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിത മാർഗമായി മക്കയിലൊന്നുമില്ല. മക്ക ഒരു മരുഭൂമിയാണ്, ഉണങ്ങി വരേണ്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തപ്പോൾ പ്രത്യേകമായി അല്ലാഹു ദുആ ചെയ്തത്, ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹു ഞാൻ എന്റെ സന്താനത്തെയും എന്റെ ഭാര്യയും ഇട്ടിട്ട് പോകുന്ന സ്ഥലം ബിവാദിൻ, ഒരു മലഞ്ചെരിവാണ്, ഗൈരി ദി സറഇൻ, ഒരു കൃഷിയൊന്നും ഇല്ലാത്ത നാടാണ്. എന്റെ പരിശുദ്ധമായ ബൈത്തിന്റെ ഭവനത്തിന്റെ സമീപത്തുള്ള കൃഷിയൊന്നുമില്ലാത്ത ഒരു മലഞ്ചെരുവിൽ ഞാൻ എന്റെ മകൻ ഇസ്മായിലിനെയും ഹാജറയും വിട്ടിട്ട് പോവുകയാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകും ആ നാടിന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കണമെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, പഴങ്ങളോ സസ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മരുഭൂമിയാണ്. അവർക്ക് യാത്ര ചെയ്യണം മറ്റു നാടുകളിലേക്ക്. പക്ഷെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത യാത്രക്കാരെ കൊള്ളയടിക്കപ്പെടുന്ന സ്ഥലമാണ്. വളരെ കൂടുതൽ യുദ്ധവും അക്രമവും യാത്രാ സംഘമെല്ലാം കൊള്ളയടിക്കപ്പെടുന്ന കാലഘട്ടമാണ്. സുരക്ഷിതമായി ഭയമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കും, യാത്രാ മുതലുകളെ കൊള്ളയടിക്കും. അങ്ങനത്തെ കാലഘട്ടമാണ്. പരസ്പരം നാടുകളും ഗോത്രങ്ങളും തമ്മിലും ധാരാളമായി യുദ്ധം നടക്കുന്ന കാലഘട്ടം, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നവർ കൊള്ളയടിക്കാൻ എപ്പോഴും, യുദ്ധം ചെയ്യാൻ എപ്പോഴും സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കാലഘട്ടത്തിൽ ഖുറൈശികൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ജനങ്ങൾക്കിടയിൽ ഒരു ബഹുമാനവും ആദരവും നൽകി. ഇവർ ഹറമിന്റെ ആളുകൾ. അതുകൊണ്ട് അവർക്ക് ഏത് സമയത്തും, തണുപ്പ് സമയത്തും യാത്ര ചെയ്യാം, ചൂട് സമയത്തും യാത്ര ചെയ്യാമായിരുന്നു. അവർ തണുപ്പ് സമയങ്ങളിൽ അവർ യമൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്യും കച്ചവടത്തിന് വേണ്ടി. ചൂട് സമയങ്ങളിൽ ഷാമിന്റെ സിറിയയുടെ ഭാഗത്തേക്ക്, പലസ്തീന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യാനും. അവിടെ ആ സമയത്ത് ശക്തമായ തണുപ്പ് സമയമാകുമ്പോൾ അമിതമായ തണുപ്പായിരിക്കും ഷാമിന്റെ പലസ്തീന്റെ പ്രദേശം. ചൂട് കാലഘട്ടത്തിൽ സിറിയയുടെ ഭാഗത്തേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യും. തണുപ്പ് സമയത്ത് യമനിലേക്കും യാത്ര ചെയ്യും. വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല, അതുകൂടാതെ മറ്റുള്ള നാടുകളിൽ നിന്ന് ജനങ്ങൾ ഹജ്ജിന് വേണ്ടി ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലേക്ക് വരും. അപ്പോൾ അവർ അവരുടെ നാടുകളിൽ നിന്നും ചരക്കുകളുമായി മക്കയിൽ വരും. ഇവർക്ക് യാത്ര വീണ്ടും കുറഞ്ഞു, ആവശ്യമില്ല, ചരക്കുകൾ അവർ നാട്ടിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ പല നിലയിലും അവർക്ക് യാത്ര ഒന്നും അത്ര എളുപ്പമാക്കി. ഖുറൈശികളായതിന്റെ പേരിൽ അവർ ഏത് സ്ഥലത്ത് യാത്ര ചെയ്താലും ആരും ആക്രമിക്കില്ല. ഇതിന്റെ ഹറമിന്റെ പരിപാലകരാണ്, ഖുറൈശികളാണ്, കാബയുടെ പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. ഖുറൈശികളുടെ ഒരു ഫക്കീറായ പാവപ്പെട്ട മനുഷ്യൻ പോലും ഒരു ഭയവുമില്ലാതെ രാജാവിനെ പോലെ എല്ലാ നാടുകളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആരെങ്കിലും അവരെ യാത്രാ സംഘത്തെ പിടികൂടിയാൽ അവർ പറയും, ഞങ്ങൾ പരിശുദ്ധ ഹറമിൽ നിന്ന് വരുന്നവരാണ്, അവരെ ഉപദ്രവിക്കാതെ പറഞ്ഞേക്കും. മാത്രമല്ല, ആ കാലഘട്ടത്തിലെ മുഴുവൻ കച്ചവടവും ഇറാനുകളുടെ കൈകളിലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റുകൾ, കമ്പോളങ്ങൾ ഇറാനുകൾ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അല്ലാഹു തആല അത് പതിയെ പതിയെ ഈ കാബയുടെ ആളുകളായതിന്റെ പേരിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്നതിലൂടെ കച്ചവടങ്ങൾ, മാർക്കറ്റുകൾ, കമ്പോളങ്ങൾ അത് അറബികളുടെ കരങ്ങളിലേക്ക് അല്ലാഹു നൽകാൻ തുടങ്ങി. അതിന്റെ പ്രധാന കാരണം അവർക്ക് നിർഭയമായി യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ അവർ ധാരാളമായി യാത്ര ചെയ്തതിന്റെ പേരിൽ പല നാടുകളും യാത്ര ചെയ്ത് ഭാഷാപരമായ അറിവുകൾ അവർ നേടി. അറബി ഭാഷ അവർക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും എഴുതാനോ വായിക്കാൻ സാധിക്കുമായിരുന്നില്ല. പിന്നെ അവർ എല്ലാ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിലൂടെ ഇറാഖ് പോലെയുള്ള നാടുകളിൽ നിന്നും അവർ ഭാഷ പഠിച്ചു. അങ്ങനെ ഭാഷ അറിയുന്ന സമൂഹമായി മാറി. അതുകൊണ്ട് തന്നെ അറബികൾ, ഖുറൈശികൾ അവർ ജനങ്ങൾക്കിടയിൽ നേതാക്കന്മാരായി. ഭാഷ അറിയുന്നതിന്റെ പേരിൽ, എഴുത്തും വായനയും അറിയുന്നതിന്റെ പേരിൽ ആ സമൂഹത്തിലെ നേതാക്കന്മാരായി, അവരെ ഭരിക്കുന്നവരായി മാറി. അല്ലാഹു തആല പിന്നെ അല്ലാഹു തആല പറഞ്ഞ്
അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി, വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി, നിർഭയത്വവും നൽകി. നിർഭയത്വം ഇത് വലിയൊരു അനുഗ്രഹമാണ്. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ, ഹറമിനെ നാം നിർഭയമുള്ള നാടാക്കി മാറ്റി. എന്നിട്ട് അള്ളാഹു തആല ഈ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നു ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് നിങ്ങൾ ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ലേ? നിങ്ങൾ ഇപ്പോൾ വിഗ്രഹങ്ങളെ മറ്റും ആരാധിക്കുക, അള്ളാഹു ചോദിക്കാൻ ഇങ്ങനെയെല്ലാം അനുഗ്രഹം നൽകിയവൻ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകി. അതുകൊണ്ട് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കും. അള്ളാഹു പറയും. പക്ഷേ ഖുറൈശികൾ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ആ നിഅമത്തിനെ വിലമതിച്ചില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഖുറൈശികളാണ്. ഖുറൈശികൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു തആല അവരിൽ നിന്നും പ്രവാചകനെ അയച്ചു, നബി അവരിൽ നിന്ന് വന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല ഇതും പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവരും ഖുറൈശികളാണ്. കാരണം അവരിലേക്ക് പ്രവാചകൻ വന്നു, നബി വന്നു, പക്ഷെ ആ നബിയെ വിലമതിച്ചില്ല. അള്ളാഹു തആല ആ നബിയെ മക്കക്കാരിൽ നിന്ന് മാറ്റി അള്ളാഹു തആല മദീനക്കാർക്ക് നൽകി. മക്കയിൽ നബിതങ്ങളെ മാറ്റി അള്ളാഹു മദീനക്കാർക്ക് നൽകി. എന്നേക്കുമായ നബിതങ്ങൾ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ വഫാത്ത്, തങ്ങളുടെ ഖബർ ഇതെല്ലാം മദീനയിലായി മാറി. കാരണം മക്കക്കാർ ആ നബിയെ വിലമതിച്ചില്ല, അവരിലേക്ക് വന്ന പ്രവാചകനെ വിലമതിച്ചില്ല, അള്ളാഹു തആല നൽകിയ നിഅമത്തിനെ വിലമതിച്ചില്ല. അള്ളാഹു നിഅമത്തിനെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഈ സൂറത്ത് ഖുറൈശികളുടെ വിഷയത്തിലാണ് ഇറങ്ങിയതെങ്കിലും മുസ്ലിമീങ്ങൾക്കും നൽകുന്ന സന്ദേശം അള്ളാഹു നൽകുന്ന നിഅമത്തുകളെ വിലമതിക്കുന്നവരായി തീരണം. പ്രത്യേകിച്ച് ദീനിയായ അനുഗ്രഹങ്ങൾ, ദീനിയായ നിഅമത്തുകൾ അള്ളാഹു നൽകിയാൽ അതിനെ വളരെ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അള്ളാഹു തിരഞ്ഞെടുത്ത് നൽകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ തങ്ങൾ സുജൂദിലാണ്, നീണ്ട സമയം സുജൂദിലാണ്. തങ്ങളുടെ സുജൂദ് കണ്ടപ്പോൾ എനിക്ക് തോന്നി തങ്ങൾ മരണപ്പെട്ടു പോയി, വഫാത്തായി, അത്ര നീണ്ട സമയം. പിന്നെ തങ്ങൾ സുജൂദ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നബി ഇത്രയധികം സുജൂദ് ചെയ്ത് കണ്ടിട്ടില്ല, ഞാനാണെങ്കിൽ ഭയപ്പെട്ടു പോയി, താങ്കൾ വഫാത്തായി പോയോ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ, കഴിഞ്ഞ രാത്രി എനിക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതിന് പകരം 40 നന്മകൾ ആ മനുഷ്യൻ നൽകുന്നതാണ്. അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്താണ്, ഞാൻ അത് ശുക്റായിട്ട് ഞാൻ സുജൂദ് ചെയ്തതാണ്. ഒരു മുഅ്മിനിൽ ദീനിയായ നിഅമത്ത് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ശുക്ർ ചെയ്യും. നന്ദികേട് അത് വന്നു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ അത് എടുത്തു കളയും. ളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന യഅതി റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ. ഒരു നാട്ടുകാർ അല്ലാഹു തആല ഉപമയായി പറയാൻ, ആ നാട്ടുകാരുടെ പ്രത്യേകത കാനത് ആമിനതൻ മുത്മഇന്ന, വളരെ നിർഭയമുള്ള സമാധാനമുള്ള നാടായിരുന്നു. അവർക്ക് അവർ നാടുകളിലേക്ക് വളരെ ഭംഗിയായി എത്തുമായിരുന്നു. പക്ഷെ ഈ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിച്ചു. സത്യനിഷേധ നന്ദി കേട് കാണിച്ചു. അള്ളാഹു അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചു. നന്ദി കേട് കാണിച്ചപ്പോൾ അവർക്ക് അല്ലാഹു തആല വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രത്തെ ധരിപ്പിച്ചു, രുചിപ്പിച്ചു. അല്ലാഹു പറയാ, വസ്ത്രമാക്കി, വിശപ്പും ഭയവും വസ്ത്രവുമാക്കി, അവരിൽ മാറിപ്പോകാത്ത നില. അതുകൊണ്ട് ഈ സൂറത്തിൽ നാം നൽകുന്ന സന്ദേശം നിഅമത്തുകൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. പ്രത്യേകിച്ച് ദീനിയായ അനുഗ്രഹം ലഭിച്ചാൽ, ഖുറൈശികൾക്ക് ദീനിയായ അനുഗ്രഹം അള്ളാഹു നൽകി, ഭൗതികമായ അനുഗ്രഹം നൽകി, ദീനിയായ ഇവർ തന്നെ അനുഗ്രഹം നിബിധങ്ങൾ നൽകി. പക്ഷെ അവർ വിലമതിച്ചില്ല. ഈശ്വരൻ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. അത്രമേലും അല്ലാണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകതയായിട്ട് എഴുതിയിട്ടുണ്ട്, ആർക്ക് എന്തെങ്കിലും ഭയം ഉണ്ടാവുകയോ എന്തെങ്കിലും മറ്റുള്ളവർ അക്രമത്തെക്കുറിച്ച് ഭയമുണ്ടാവുകയോ മറ്റോ ചെയ്താൽ അവർ ഈ സൂറത്ത് അധികമായി പാരായണം ചെയ്തുകൊള്ളട്ടെ. തഫ്സീർ മദ്ഹരി ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുണ്ട്, ഭയമുള്ള സമയത്ത് ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഭയം മാറാൻ അത് കാരണമായി തീരും. ഒന്നും കൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لإيلاف قريش ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കിയ കാരണത്താൽ إيلافهم رحلة الشتاء والصيف ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഖുറൈശികൾക്ക് യാത്ര അള്ളാഹു ഇണക്കമുണ്ടാക്കിയ കാരണത്താൽ റിഹ്ലത യാത്രക്ക് എളുപ്പമാക്കി. അഷിതാ വസ്സൈഫ്, ഷിതാ ശൈത്യകാലം തണുപ്പ് കാലം, വസ്സൈഫ് ചൂടുകാലം. فليعبدوا رب هذا البيت فليعبدوا അവർ ആരാധിച്ചു കൊള്ളട്ടെ റബ്ബ ഹാദൽ ബൈത്ത് ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ, ശുദ്ധ കഅബയുടെ രക്ഷിതാവിനെ. അല്ലദീ അത്അമഹും മിൻ ജൂഅ് അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്? അത്അമഹും അവൻ അവർക്ക് ആഹാരം നൽകി, മിൻ ജൂഅ് വിശപ്പിൽ നിന്നും ആഹാരം നൽകി. അവർക്ക് നിർഭയത്വം നൽകി, മിൻ ഖൗഫ് ഭയത്തിൽ നിർഭയത്വം നൽകി. ഇതാണ് സൂറത്ത് ഖുറൈശിന്റെ തർജുമയും ചെറിയ തഫ്സീറും. ഇനി അതിന്റെ കൂടെ തന്നെ അതേ ഖുറൈശ് നൽകിയ അടുത്ത അനുഗ്രഹം അള്ളാഹു തആല അടുത്ത സൂറത്തിൽ അള്ളാഹു തആല പരിചയപ്പെടുത്തിയ ഖുറൈശികൾ കിട്ടിയ അടുത്ത അനുഗ്രഹത്തെ പറ്റി അള്ളാഹു പറയാൻ. സൂറത്തുൽ ഫീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. ഈ സൂറത്ത് മക്കിയാണ്. 5 ആയത്തുകളാണ് സൂറത്തിലുള്ളത്. ഇതില് സൂറത്തുൽ ഫീൽ കൂടി അല്ലാഹു തആല ഒരു സംഭവത്തെ ഉമ്മത്തിനെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അതിലൂടെ ഉമ്മത്തിനെയും ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏകദേശം ഒരു 50 ദിവസം മുമ്പ് മുഹറം മാസത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഈ സൂറത്തിൽ കൂടി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അലം തറ താങ്കൾ കണ്ടില്ലേ, കൈഫ എങ്ങനെ, ഫഅല റബ്ബുക് ഫഅല പ്രവർത്തിച്ചു, റബ്ബുക് താങ്കളുടെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരോട്, ആനയുടെ ആളുകളോട്, ബി അസ്ഹാബ് ആളുകളോട്, അൽ ഫീൽ ആനക്കാരുടെ ആളുകളോട് താങ്കൾ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് താങ്കൾ കണ്ടില്ലേ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അലം യജ്അൽ അവനാക്കിയില്ലേ, അല്ലാഹു ആക്കിയില്ലേ, കൈദഹും അവരുടെ കുതന്ത്രത്തെ, ഫീ തദ്ലീൽ പരാജയത്തിലാക്കിയില്ലേ. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ വഅർസല അല്ലാഹു തആല അയച്ചു, അലൈഹിം അവരുടെ മേൽ, ത്വയ്റൻ പക്ഷികളെ, അബാബീൽ കൂട്ടങ്ങളായ പക്ഷികളെ അല്ലാഹു തആല അയച്ചു. തർമീഹിം അത് അവരുടെ മേൽ എറിഞ്ഞു, ആ പക്ഷികൾ അവരുടെ മേൽ എറിഞ്ഞു, ഹിജാറത്ത് കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ എങ്ങനെയുള്ള ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട്, ഫജഅലഹും അങ്ങനെ അവരെ ആക്കി, കഅസ്ഫിൻ വൈക്കോൽ പോലെ, മഅ്കൂൽ ഭക്ഷിക്കപ്പെട്ട വൈക്കോൽ പോലെ അങ്ങനെ അവരാക്കുകയും ചെയ്തു. ഈ സൂറത്തിൽ അല്ലാഹു തആല ഒരു സംഭവമാണ് ഈ അറിയിക്കുന്നത്. ഈ സൂറത്തിൽ കൂടി ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഈ സംഭവത്തിൽ കൂടി അല്ലാഹു തആല അറിയിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് ഏകദേശം ഒരു 50 ദിവസം മുമ്പ് ജനിക്കുന്നതിന്. സാധാരണ അള്ളാഹുവിന്റെ രീതിയാണ് നുബുവത്ത് ഭൂമിയിലേക്ക് അല്ലാഹു തആല നൽകുന്നതിന് മുമ്പ് അതിന്റെ ചില അടയാളങ്ങൾ അല്ലാഹു ഭൂമിയിൽ പ്രത്യക്ഷമാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നുബുവത്തിന് മുമ്പ് അല്ലാഹു തആല ചില അടയാളങ്ങൾ, നിബിധങ്ങൾ വരുന്നു എന്നതിന്റെ ചില അടയാളങ്ങൾ അല്ലാഹു തആല പ്രത്യക്ഷപ്പെടുത്തി. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, താരീഖിന്റെ വലിയ പണ്ഡിതനാണ്, തഫ്സീറിന്റെ പണ്ഡിതനാണ്, അദ്ദേഹം ഈ സംഭവത്തെ വിശാലമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. യമനില് ഒരു മുശ്രിക്കായ രാജാവ് ഉണ്ടായിരുന്നു. യമനില് ദൂ നവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ കാലഘട്ടത്തില് ആ യമനിൽ ജീവിച്ചിരുന്ന സത്യത്തിന്റെ ആളുകൾ അഥവാ ക്രിസ്ത്യാനികൾ, നസ്രാനികൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇദ്ദേഹമാണെങ്കിൽ മുശ്രിക്കാണ്.
ഈ മനുഷ്യൻ രാജാവ് മുശ്രിക്കാണ്. ജനങ്ങൾ അവിടെ നസ്രാനികളായ ജനങ്ങളുമുണ്ട്. അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു വിഗ്രഹ ആരാധന നടത്തുന്നു. അങ്ങനെ ആരെങ്കിലും വിഗ്രഹ ആരാധന നടത്തിയില്ല എങ്കിൽ അവരെ ഒരു വലിയ കിടങ്ങുണ്ടാക്കി അതിൽ തീ കത്തിച്ച് അതിലേക്ക് വലിച്ചെറിയുന്ന തീരുമാനം രാജാവ് എടുത്തു. വിഗ്രഹാരാധന നടത്തിയില്ല എങ്കിൽ മുശ്രിക്കായ രാജാവിന്റെ കൽപ്പന പ്രകാരം വിഗ്രഹാരാധന നടത്താത്തവരെ ആ വലിയ കിടങ്ങുണ്ടാക്കി ആ കിടങ്ങിലേക്ക് വലിച്ചെറിയുന്നതാണ് വിളംബരം നടത്തി. അങ്ങനെ ഏകദേശം ചരിത്രത്തിൽ കാണാം 20,000 ആളുകളെ, നസ്രാനികളെ, അഥവാ അന്നത്തെ സമൂഹം ഗ്രന്ഥം മനസ്സിൽ ജീവിക്കുന്ന വിശ്വാസികളായ യഥാർത്ഥ മുസ്ലിമീങ്ങളായ ആളുകളെ ഏകദേശം 20,000 പേരെ അവൻ ആ കിടങ്ങിലെത്തും. അതിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ബുറൂജിൽ അസ്ഹാബുൽ ഉഖ്ദൂദ് സമാഇദാത്തുൽ ബുറൂജ് ആ സൂറത്തിൽ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ 2 പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ട് റോമിൽ ഉണ്ടായിരുന്ന രാജാവിന്റെ അടുക്കൽ പോയി ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇതിന് പ്രതികാരം വീട്ടണം. ക്രിസ്ത്യാനികളെല്ലാം അവരെ വിഗ്രഹാരാധന പ്രേരിപ്പിക്കുകയും ചെയ്യാത്തവരെ കൊന്നുകളയും ചെയ്യും. അതിന് പ്രതികാരം വീട്ടണം. റോമിലെ രാജാവ് അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ഹബിഷയിലെ രാജാവായ നജ്ജാശി കത്തെഴുതി. അദ്ദേഹമാണെങ്കിൽ അടുത്ത നാട്ടുകാരനാണ്. അദ്ദേഹം നസ്രാനിയാണ്, ഇതിന്റെ മതത്തിൽപ്പെട്ട ആള് തന്നെ. കത്തെഴുതി. അപ്പൊ അദ്ദേഹം ഹബിഷയിലെ രാജാവ് ഒരു വലിയ സൈന്യത്തെ യമനിലേക്ക് അയച്ചു. അതിൽ ആ സൈന്യത്തിൽ 2 കമാൻഡർമാരെയും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് 2 കമാൻഡർമാരെയും പറഞ്ഞയച്ചു. അതിൽപ്പെട്ട 2 കമാൻഡർമാർ, ഒന്ന് അർബാസ് ഒരാളുടെ പേര്, മറ്റൊരാളുടെ പേര് അബ്രഹ എന്നാണ്. 2 കമാൻഡർമാർ. അത് ഒരാളുടെ പേര് അർബാസ്, മറ്റൊരാളുടെ പേര് അബ്രഹ. യമനിൽ വന്നു. നിസ്രാനികളായ ജനങ്ങളെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെയും രാജാവിനെയും രാജാവിന്റെ സൈന്യത്തിലെ പരാജയപ്പെടുത്തി പൂർണ്ണമായി യമന്റെ അധികാരം ഇവർ 2 പേരുടെ കൈകളിൽ വന്നു. അതിനുശേഷം പിന്നെ അവർക്കിടയിൽ ഈ അർബാത്തിനും അബ്രഹത്തിനും ഇടയിൽ പരസ്പരം കലഹമുണ്ടായി. അങ്ങനെ അബ്രഹ അർബാത്തിനെ കൊല ചെയ്തു. പിന്നെ പൂർണ്ണമായി യമനിന്റെ അധികാരം അബ്രഹത്തിന് കീഴിൽ ലഭിച്ചു. അങ്ങനെ അബ്രഹാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അബ്രഹാം ഒരു തീരുമാനമെടുത്തു. യമനിൽ ഒരു വലിയ ഒരു ക്രൈസ്തവ ആരാധന സ്ഥലം ഉണ്ടാക്കണം, ആരാധന ചെയ്യുന്ന ഒരു ആലയം ഉണ്ടാക്കണം. അതിന് കാരണം യമനിൽ താമസിക്കുന്ന അറബികള് അവര് ഹജ്ജിന് വേണ്ടി ആ കാലഘട്ടത്തിലും പ്രസിദ്ധമായ മക്കയിലേക്ക്, കാബയിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അതെല്ലാം ഒഴിവാക്കി എല്ലാവരും ഇവിടെ തന്നെ ഒരു ആരാധിക്കുന്നവരായി മാറണം എന്ന ലക്ഷ്യത്തിൽ ഒരു വലിയ ആരാധന വെച്ചാല് ചരിത്രത്തിൽ കാണാം, ഒരാൾ താഴെ നിന്നിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗം കാണാൻ പറ്റാത്ത നിലയിൽ ഉയർന്ന ഒരു വലിയൊരു കെട്ടിടം, ദേവാലയം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ അതെല്ലാം പണിത് കഴിഞ്ഞ് വിളംബരം നടത്തി. ഇനി ആരും, ഈ നാട്ടിലുള്ള ആരും ഒരിക്കലും കാബയിലേക്ക് തവാഫ് ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ പോകാൻ പാടില്ല. മുഴുവൻ ആളുകളും എന്റെ ഈ ദേവാലയത്തിൽ വന്ന്, ഞാൻ പണിത് ഇവിടെ വന്ന് ആരാധന ചെയ്തോളൂ എന്നൊരു വിളംബരം നടത്തി. അങ്ങനെ പോയാൽ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്നുള്ളൊരു വിളംബരം നടത്തി. അറബികൾക്കിടയിൽ അവർ വിഗ്രഹാരാധകരായിരുന്നുവെങ്കിലും അവർക്കിടയിൽ ഈ കാര്യം ഇത് പറഞ്ഞപ്പോൾ വലിയ ദേഷ്യമുണ്ടാക്കി. അതുകൊണ്ട് അറബികൾപ്പെട്ട ബനു മാലിക് ബിൻ ഖിനാന എന്ന കുടുംബത്തിന്റെ വ്യക്തി രാത്രി പോയി ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദേവാലയത്തിൽ പോയി വിസർജിച്ച് അതെല്ലാം മലീമസമാക്കി. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അറബികൾ പോയി രാത്രിക്ക് രാത്രി ആ ദേവാലയത്തിൽ തീയിട്ടു, അതെല്ലാം കത്തി നശിച്ചു. ഇത് അറിഞ്ഞ രാജാവിന്, അബ്രഹത്തിന് വലിയ ദേഷ്യമായി. അബ്രഹാം സത്യം ചെയ്ത് പറഞ്ഞു, ഇതിന് പകരമായിട്ട് ഞാൻ അറബികൾ ആരാധിക്കുന്ന കാബ ഞാൻ പൊളിച്ച് അത് ഞാൻ ഇല്ലാതാക്കി കളയും എന്ന് സത്യം ചെയ്യുകയും അതിനു വേണ്ടിയുള്ള യാത്രക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി. ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. നജ്ജാശി രാജാവിനോട് അതിന് അനുമതി ചോദിച്ചു. നജ്ജാശി രാജാവ് അതിന് അനുമതി നൽകുകയും തന്റെ പ്രധാനപ്പെട്ട ഒരു മഹ്മൂദ് എന്ന പേരുള്ള ഒരു ആനയെ അബ്രഹത്തിന് കൊടുത്തയക്കുകയും ചെയ്തു. ആനകൾ ഉപയോഗിച്ച് കാബ പൊളിക്കാനായിരുന്നു അബ്രഹത്തിന്റെ തീരുമാനം. കാബയുടെ തൂണുകളിൽ നീളമുള്ള ഇരുമ്പ് ചങ്ങലകൾ ബന്ധിച്ചിട്ട് ആ ചങ്ങല ആനയുടെ കഴുത്തിൽ കെട്ടി വലിച്ച് കാബ പൂർണ്ണമായി നശിപ്പിച്ചു കളയാം എന്നായിരുന്നു അബ്രഹത്തിന്റെ തീരുമാനം. അറബികൾക്കിടയിൽ ഈ വാർത്ത അറിഞ്ഞു, അബ്രഹാം കാബ പൊളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ യമനിലുള്ള അറബികൾക്കിടയിൽ വാർത്ത വരുന്നു.
അങ്ങനെ പരിശുദ്ധമായ അവർ വിഗ്രഹാരാധകരാണ് എങ്കിലും പരിശുദ്ധമായ കാബ ഇവർ പൊളിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അറബികൾ അബ്രഹവുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. പക്ഷേ അബ്രഹത്തിന്റെ പട്ടാളം ശക്തമായതിന്റെ പേരിൽ യമനിലുണ്ടായിരുന്ന അറബികളും ഏറ്റുമുട്ടിയപ്പോൾ അവരെ പരാജയപ്പെടുത്തി. പിന്നെ അവിടെ നിന്നും യാത്ര ചെയ്തു ഖസ്അം എന്ന ഗോത്രത്തിന്റെ അറബി ഗോത്രത്തിനടുക്കിലെത്തി അബ്രഹത്തിന്റെ പട്ടാളം. അവരും അബ്രഹവുമായി ഏറ്റുമുട്ടി, അവരെയും പരാജയപ്പെടുത്തി. അയാൾ ശക്തമായ ആനപ്പട്ടാളവുമായിട്ട് വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത്. ഏകദേശം 60,000 വരുന്ന വലിയ സൈന്യവുമായിട്ടാണ് അബ്രഹം പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഗോത്രത്തിന്റെ നേതാവ് നുഫൈൽ ബിനു ഹബീബിനെയും പിടിച്ചു, തടവിൽ പിടിച്ചു. കൊല്ലാനായിരുന്നു തീരുമാനം, എങ്കിലും കൊന്നില്ല. കാരണം മക്കയിലേക്ക് വഴി ചോദിച്ചറിയാൻ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് കൂടെ കൂട്ടി. പിന്നെ അവർ തായിഫിലെത്തി. തായിഫുകാർ ഈ 2 വാർത്ത അബ്രഹുമായി ഈ 2 അറബി ഗോത്രം ഏറ്റുമുട്ടി പരാജയപ്പെട്ടതിനാൽ തായിഫുകാർ യുദ്ധം ചെയ്യുന്നില്ല. അവർ പല തന്ത്രം പറഞ്ഞ് അവർ അബ്രഹുമായി ഏറ്റുമുട്ടാതെ അവർ പിന്മാറി. പിന്നെ അവർ അബ്രഹത്തിന്റെ പട്ടാളം തായിഫിൽ നിന്ന് പുറപ്പെട്ടു. അവർ മക്കൾക്ക് അടുത്തുള്ള ഒരു സ്ഥലമെത്തി. അവിടെ എത്തിയപ്പോൾ മക്കയിലെ ഖുറൈശികളുടെ ഒട്ടകങ്ങൾ മേഞ്ഞെടുക്കുന്ന സ്ഥലമായിരുന്നു. അബ്രഹത്തിന്റെ പട്ടാളം ആ ഖുറൈശികളുടെ ഒട്ടകങ്ങൾ, ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുൽ മുത്തലിബിന്റെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അബ്രഹത്തിന്റെ പട്ടാളം ആ ഒട്ടകങ്ങളെല്ലാം കൊള്ളയടിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകവും കൊള്ളയടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഹുനാത്ത എന്നു പേരുള്ള ഒരാളെ അബ്രഹം മക്കയിലേക്ക് അയച്ചു, ഖുറൈശികളുമായി സംസാരിക്കാൻ, ദൂതനായിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളുമായി യുദ്ധം ചെയ്യാനോ അല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത് കാവ വിളിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായി യുദ്ധം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു നഷ്ടം ഉണ്ടാക്കുകയില്ല. ഞങ്ങൾ വന്നിരിക്കുന്ന കാബ വിളിക്കുന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് എന്നുള്ള കാര്യം ഖുറൈശികളെ അറിയിക്കാൻ വേണ്ടി ദൂതനായി ഹുനാത്തെ അയച്ചു. ഹുനാത്ത മക്കയിൽ വന്നു സംസാരിക്കാൻ വേണ്ടി. ജനങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളുടെ നേതാവ് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടി വന്നു. അബ്ദുൽ മുത്തലിബ് അന്നത്തെ ഖുറൈശികളുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഹുനാത്ത് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കിലെത്തി അബ്രഹത്തിന്റെ സന്ദേശം കൈമാറി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങൾക്കും അബ്രഹുമായി യുദ്ധം ചെയ്യാൻ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ അതിന് ശക്തരല്ല. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് കാബ. അത് നിർമ്മിച്ചത് അവൻ നബിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്. ആ ഭവനത്തെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും. അള്ളാഹുമായി യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊള്ളുക. അള്ളാഹുവിന്റെ നടപടി എന്താണെന്ന് നിങ്ങൾക്ക് കാണാം എന്ന് എല്ലാം പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഹുനാത്ത അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, എങ്കിൽ വാ, നമ്മുടെ നേതാവ് അബ്രഹുമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബിനെ കൂട്ടി ഹുനാത്ത അബ്രഹത്തിന്റെ അടുക്കിലേക്ക് പോയി. അബ്ദുൽ മുത്തലിബ് ഭയങ്കര ഗാംഭീര്യമുള്ള വലിയ ശരീരമുള്ള ജനങ്ങളെല്ലാം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ തന്നെ അബ്രഹം ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പ്രത്യേകമായി തന്റെ കൂടെ തന്നെ ബഹുമാനിച്ച് ആദരിച്ചിരുത്തുകയും ചെയ്തു. രണ്ട് ഭാഷയാണ്. തർജുമാനെ കൊണ്ട് സംസാരിപ്പിച്ചു. ചോദിച്ചു, അബ്ദുൽ മുത്തലിബ് എന്തിനാണ് വന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഒരു ആവശ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. എന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, താങ്കളുടെ സൈന്യം പിടിച്ചെടുത്ത എന്റെ 200 ഒട്ടകത്തെ തിരിച്ചറിയണം. ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്റെ ഒരു 200 ഒട്ടകത്തെ താങ്കൾ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്, ആ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു തരണം. ഇത് കേട്ട് അബ്രഹം പരിഭാഷ മുഖേന അറിയിച്ചു, താങ്കൾ വന്നപ്പോൾ താങ്കൾ വലിയ ഗാംഭീര്യവും ബഹുമാനവും എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ബഹുമാനമെല്ലാം പോയി. കാരണം ഞങ്ങൾ പരിശുദ്ധമായ കാവ പൊളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ദേവാലയമായ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നിങ്ങളുടെ കാബ പൊളിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ അതിനെപ്പറ്റി ഒരു വാക്കുപോലും പറയാതെ സ്വന്തം ഒട്ടകത്തെ പറ്റി സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. ഇത് കേട്ടോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഒട്ടകത്തെ പറ്റി ഞാൻ സംസാരിച്ചത്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കാബയുടെ ഉടമസ്ഥ ഞാനല്ല, അതിന്റെ ഉടമ അള്ളാഹുവാണ്. എനിക്ക് എന്റെ ഒട്ടകം സംരക്ഷിക്കണം. കാബയുടെ ഉടമ അതിന്റെ കാബയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്, അവൻ സംരക്ഷിച്ചുകൊള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാബയെ പറ്റി സംസാരിക്കാതെ ഞാൻ ഇരുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തിന് ഒരിക്കലും എന്റെ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ചെയ്തുകൊള്ളി, നിങ്ങൾ ഉദ്ദേശം ചെയ്തുകൊള്ളി.
ഞങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുൽ മുത്തലിബ് തന്റെ ഒട്ടകവുമായി മടങ്ങി നേരെ മക്കയിലേക്ക് വന്നു, കാബയിൽ വന്നു. കാബയുടെ അബ്ദുൽ മുത്തലിബും നേതാക്കന്മാരെല്ലാം കൂടി കാബയുടെ വാതിലിന് വളയം പിടിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ചരിത്രത്തിൽ കാണാം, അള്ളാഹു ഞങ്ങൾ ബലഹീനരാണ്, അബ്രഹത്തിന് പട്ടാളമായിട്ടൊന്നും സാധിക്കില്ല, അബ്രഹത്തിന് വലിയ സൈന്യമാണ്, അതുകൊണ്ട് നീ തന്നെ നിന്റെ ഭവനത്തെ കാത്തുകൊള്ളിനെന്ന് അബ്ദുൽ മുത്തലിബും ഖുറൈശികളും കാബയുടെ വാതിലിന്റെ വളയം പിടിച്ച് അള്ളാഹുനോട് ദുആ ചെയ്തു. ചരിത്രത്തിൽ കാണാം, അള്ളാഹുനോട് ദുആ ചെയ്തു. കാരണം അവർക്ക് അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹിനെ വിളിച്ചിരുന്നു. കടൽ യാത്ര ചെയ്ത് അവർ മരണം മുന്നിൽ കാണുമ്പോൾ അവർ അള്ളാഹിനെ വിളിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അവർ പല വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിളിച്ചിരുന്ന അള്ളാഹിനെ തന്നെയാണ്. അങ്ങനെ അബ്രഹത്തിന്റെ അബ്ദുൽ മുത്തലിബ് മക്കയിലുള്ള ജനങ്ങളോടെല്ലാം മലഞ്ചെരുവിലേക്കും മലപ്രദേശത്തേക്കും മാറിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു, അള്ളാഹിന്റെ പരിശുദ്ധമായ കാബയെ ആരെങ്കിലും പൊളിക്കാൻ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അള്ളാഹു അവരെ കൈകാര്യം ചെയ്യും, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളോടും അവരോട് മക്കയിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പിറ്റേ ദിവസം പ്രഭാതമായി അബ്രഹാം കാബ പൊളിക്കാൻ വേണ്ടി തീരുമാനമായി പുറപ്പെട്ടു. മഹ്മൂദ് എന്ന പേരുള്ള ആനയെ മുന്നിൽ നിർത്തി. ഇങ്ങനെ പുറപ്പെടാൻ സമയത്ത് തന്റെ കൂട്ടത്തിൽ നുഫൈൽ ഇബ്നു ഹബീബ് എന്ന് പറഞ്ഞ ആളെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു, വഴി അറിയാൻ വേണ്ടി. അദ്ദേഹം പതിയെ ആനയുടെ ചരിത്രത്തിൽ കാണാം, ആനയുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, നീ വന്നിടത്തേക്ക് തന്നെ സുരക്ഷിതമായി മടങ്ങിക്കൊള്ളുക, കാരണം ഇത് ബലദുൽ അമീനാണ്, സുരക്ഷിതമായ നാട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയാണ് എന്ന് ആനയുടെ ചെവിയിൽ പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, ഇത് പറഞ്ഞ ശേഷം ആന ഇരിപ്പിൽ നിന്ന് പിന്നെ എണീക്കാതെ ആനയുടെ പാപ്പമാർ പല നിലയ്ക്കും അടിച്ചും ഉപദ്രവിച്ചും വേദനിപ്പിച്ചും എല്ലാം ചെയ്തു നോക്കിയെങ്കിലും, പല മർദ്ദനവും ചെയ്തു നോക്കിയെങ്കിലും ആന ഇരുന്നിടത്ത് അനങ്ങുന്നില്ല. കാബയുടെ അല്ലാത്ത ഷാമിന്റെ പ്രദേശത്തേക്കോ യമന്റെ പ്രദേശത്തേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ നടത്തിയാൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്, പക്ഷെ കാബയുടെ ഭാഗത്തേക്ക് ഒരാനയും അനങ്ങുന്നില്ല, അടുക്കുന്നില്ല. അങ്ങനെ പല നിലക്കും പരിശ്രമിച്ചു നോക്കി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സമുദ്ര ഭാഗത്തു നിന്നും പക്ഷികൾ ഒരു കൂട്ടം പ്രത്യക്ഷപ്പെട്ടു. പ്രാവിനേക്കാൾ ചെറിയ ശരീരവും ചുവന്ന ചുണ്ടുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു വിചിത്രമായ പക്ഷികൾ. ഓരോന്നിന്റെയും പക്കൽ 3 ചെറിയ കല്ലുകൾ, ചെറിയ കല്ലുകൾ. ഒന്ന് വായിൽ, 2 എണ്ണം അതിന്റെ കാലുകളിൽ, ചുണ്ടിലും 1 എണ്ണം, 2 എണ്ണം അതിന്റെ കാലിലും പുറപ്പെട്ടു. ആ സൈന്യത്തിന്റെ മേൽ ആ കല്ലുകൾ ഇടാൻ തുടങ്ങി. അത് വെടിയുണ്ടേക്കാൾ ശരീരത്തിൽ കാണാൻ മാരകമായിരുന്നു. ശരീരത്തിൽ പതിച്ച ആളുകൾ അവരുടെ ശരീരം ഛിന്ന ഭിന്നമായി ഭൂമിയിലേക്ക് ആഴ്ന്നു പോകാൻ തുടങ്ങി. ഇത് കണ്ട ആനകളെല്ലാം വിരണ്ടോടി, ജനങ്ങളെല്ലാം വിരണ്ടോടി. ഓരോരുത്തരും ഓടുന്ന വഴിയിൽ പല പ്രദേശത്തായി മരണപ്പെട്ടു. അബ്രഹാം അവന്റെ ശരീരത്തിലും പതിച്ചു. അവനും ഓടി, ശരീരത്തിൽ കാണാൻ ഓടി അവൻ അങ്ങനെ അവസാനം അവനെ യമനിൽ ജനങ്ങൾ എത്തിച്ചു. യമനിൽ എത്തിയപ്പോഴേക്കും ഈ മാരകമായ വിഷം അവന്റെ ഉള്ളിൽ കിടന്ന് രോഗം ബാധിച്ച് അവന്റെ ശരീരം അവിടെ എത്തിയപ്പോൾ പല ഭാഗങ്ങളായി മുറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ അവൻ വേദന അനുഭവിച്ച് വളരെ മോശമായ നിലയിൽ യമനിൽ വെച്ച് അവന് മരണപ്പെടുകയുണ്ടായി. ഇങ്ങനെ അബ്രഹവും അബ്രഹത്തിന്റെ പട്ടാളവും വളരെ മോശമായി മരണപ്പെട്ടു, നശിപ്പിക്കുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു തആല സൂറത്തുൽ ഫീൽ കൂടി വളരെ വിശാലമായി അള്ളാഹു തആല ഈ ആശയത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. വലിയ ശക്തരാണ് എന്ന് വാദിച്ചിരുന്ന അബ്രഹാം ആനപ്പട്ടാളവുമായി വളരെ നിഷ്പ്രയാസം കാബ പൊളിക്കാം, കാബയെ ചെങ്ങലക്കിട്ട് വലിച്ച് തന്റെ നാട്ടിൽ പണിതിരിക്കുന്ന ദേവാലയത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാമെന്നെല്ലാം വിചാരിച്ച് അബ്രഹാം പുറപ്പെട്ടാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ അബാബിൽ ഒരു ചെറിയ പ്രാവിനേക്കാൾ ചെറിയ പക്ഷികളെ കൊണ്ടും, അതും ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ട്, വലിയ ഒന്നുമല്ല, ചെറിയ ചരൽ കൊണ്ട്, മൃഗങ്ങളിൽ ഏറ്റവും വലിയ മൃഗമാണ് ആന. ആ ആനയെ അല്ലാഹു തആല പക്ഷികളെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട്, ചെറിയ ചരൽ കല്ലുകളെ കൊണ്ട് അല്ലാഹു തആല നിഷ്പ്രയാസം നശിപ്പിച്ച് അല്ലാഹു തആല കാണിച്ചിരിക്കാൻ, അള്ളാഹുന്റെ കുദറത്തിനെ അല്ലാഹു തആല കാണിച്ചിരിക്കാൻ. അല്ലാഹു തആല വിചാരിച്ചാൽ അല്ലാഹു തആല ഏത് കാര്യം നടപ്പിലാക്കാൻ സാധിക്കും. അതിനെ തടുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കയില്ല. അതുകൊണ്ട് അള്ളാഹുന്റെ കുദറത്തിനെയും കഴിവിനെയും മുന്നിൽ ആർക്കും പിടിച്ചെടുക്കാൻ സാധിക്കയില്ല എന്ന് സൂറത്ത് പഠിപ്പിക്കും. ഈ സൂറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിന്റെ സമയങ്ങളിൽ ശത്രുക്കൾ ശക്തമായി നബിതങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് നബിതങ്ങളെ ആശ്വസിപ്പിക്കാൻ, സമാധാനപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണ്. ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നും നബിതങ്ങൾക്കുണ്ടായ മുശ്രിക്കുകളുടെയും മറ്റും യഹൂദികളുടെയും ഉപദ്രവം, വലിയ വലിയ സംഘങ്ങൾ നബിതങ്ങൾ സഹാബാക്കളും ഏറ്റുമുട്ടിയപ്പോൾ
നിരാശപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സൂറത്താണ്. അള്ളാഹു താല വലിയ വലിയ ശക്തന്മാരായ സൈന്യങ്ങളെ, ആനപ്പട്ടാളത്തെയും സൈന്യത്തെയും അള്ളാഹു താല വളരെ ചെറിയ പക്ഷികളെ കൊണ്ട് കൈകാര്യം ചെയ്ത് അള്ളാഹു ഉണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു താല ഈ സൂറത്തിൽ കൂടി നബിതങ്ങളെ അറിയിച്ച്, അതിൽ മാത്രമല്ല ഉമ്മത്തിനെയും അള്ളാഹു താല നിരാശ മാറ്റി പ്രതീക്ഷ നൽകുന്ന സൂറത്താണ്. ഒന്നുകൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, താങ്കൾ കണ്ടില്ലേ? കൈഫ, കൈഫ എങ്ങനെ, ഫഅല പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, റബ്ബുക താങ്കൾ രക്ഷിതാവ് എങ്ങനെ പ്രവർത്തിച്ചു, ബിഅസ്ഹാബ്, ബിഅസ്ഹാബിൽ ഫീൽ ആനക്കാരുടെ ആളുകളോട് താങ്കളുടെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് താങ്കൾ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അലം യജഅൽ അവനാക്കിയില്ലേ, കൈദഹും, കൈദഹും അവരുടെ കുതന്ത്രത്തെ, ഫീ തദ്ലീൽ പരാജയത്തിലാക്കിയില്ലേ. കൈദഹും എന്നതിന്റെ തഫ്സീറിൽ ഇതുകൂടി ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഈ അബ്രഹത്തിന്റെ പട്ടാളം പുറപ്പെടാനുള്ളതിന്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ കാലഘട്ടത്തിൽ കച്ചവടം അറബികളുടെ കൈകളിൽ എത്തിയിരുന്നു. ഈ കാബയോടുള്ള ജനങ്ങളുടെ ബഹുമാനത്തിന്റെ പേരിൽ എല്ലാ നാടുകളിലും അവർക്ക് യാത്ര ചെയ്യാൻ, സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്നതിലൂടെ കച്ചവട മേഖല, മാർക്കറ്റുകൾ, കമ്പോളങ്ങൾ അറബികളിലേക്ക് വരാൻ തുടങ്ങി. ഇതിൽ അസൂയ പൂണ്ട് ഇറാനികളായ ക്രിസ്ത്യാനികളായ ജനങ്ങൾ ആ കച്ചവട മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതും അവരുടെ ഉള്ളിലുണ്ടായ തന്ത്രമായിരുന്നു. അതിനു വേണ്ടിയാണ് അബ്രഹത്തെ അയച്ചതുമെന്നും ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. പൊതുവെ മുസ്ലിമീങ്ങൾ ഏതെങ്കിലും നാടുകളിൽ കച്ചവടത്തിലോ ഉയർന്നു വന്നാൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമൂഹത്തിന് ഒരു 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 കുശുമ അസൂയം ഉണ്ടാകും. അപ്പൊ അവരുടെ തന്ത്രം എന്ന് പറഞ്ഞതിൽ അതും ഒരു അറിയിക്കുന്നുണ്ട്. കൈദഹും അവരുടെ കുതന്ത്രത്തെ, ഫീ തദ്ലീൽ പരാജയത്തിലാക്കിയനെ, വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ അവൻ അല്ലാഹു തആല അയച്ചു, അലൈഹിം അവരുടെ മേൽ, ത്വയ്റൻ, ത്വയ്റൻ നമ്മുടെ പക്ഷികൾ, ത്വയ്റൻ പക്ഷിയെ, പക്ഷി അല്ലാഹു തആല അയച്ചില്ലേ, അബാബീൽ കൂട്ടങ്ങളായ പക്ഷിയെ അല്ലാഹു തആല അയച്ചില്ലേ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ആ പക്ഷികൾ അവരുടെ മേൽ എറിഞ്ഞു, ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. എങ്ങനെയുള്ള കല്ല്? മിൻ സിജ്ജീൽ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ എറിഞ്ഞു. അപ്പോൾ എന്തായി? ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഫജഅലഹും അങ്ങനെ അവരെ ആക്കി, ആ കല്ല് എറിഞ്ഞുകൊണ്ട് അവരെ ആക്കി, എന്താക്കി? കഅസ്ഫിൻ മഅകൂൽ ഭക്ഷിക്കപ്പെട്ട വൈക്കോൽ പോലെ അവരെ ആക്കി, ഒന്നുമില്ലാതാക്കി. അവരുടെ ശരീരങ്ങളെല്ലാം ആ കല്ലുകൾ വീണപ്പോൾ ചിന്നിച്ചിതറി ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളിലായി. അങ്ങനെ വളരെ നിന്ദ്യരായ അവർ ഈ ലോകത്ത് ആ സമൂഹം, പരിശുദ്ധമായ കാബയെ പൊളിക്കാൻ വന്ന സമൂഹം ഇല്ലാതായി. ഈ സംഭവത്തിന് ശേഷം ഖുറൈശികൾക്കുള്ള ബഹുമാനവും ആദരവും വർദ്ധിക്കാനുണ്ടായത്. കാരണം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായി ഖുറൈശികൾ അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അവർ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്നവരാണ്. അതുകൊണ്ട് ഖുറൈശികൾക്ക് നേരെ കൈപൊക്കാൻ ഒരു നാട്ടുകാർക്കും ഒരു സമൂഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. ഇവർ ഹറമിൽ നിന്ന് വരുന്നവരാണ്, കാബയുടെ പരിസരത്ത് താമസിക്കുന്നവരാണ് എന്ന് അവർ പറഞ്ഞാൽ പിന്നെ എത്ര ചെറിയ സംഘമാണെങ്കിലും ഒറ്റക്കാണെങ്കിൽ പോലും ആരും അവരെ ഉപദ്രവിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വളരെ വളരെ എളുപ്പത്തിൽ, വളരെ സന്തോഷമായി ഏത് നാട്ടിലേക്കും ദൂരെ രാജ്യങ്ങളിലേക്കും കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. ആ യാത്രയിലൂടെ അവർക്ക് അവരുടെ ജീവിതം മാർഗം എളുപ്പമായിരുന്നു. അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും സമ്പാദ്യ മാർഗം എളുപ്പമായി. അതിനെല്ലാം കാരണം അവർ പരിശുദ്ധമായ കാബ അവരുടെ നാട്ടിൽ അള്ളാഹു നൽകുകയും ജനങ്ങൾ അതിനെ ബഹുമാനിക്കുകയും ചെയ്തതിന്റെ കാരണത്താലായിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല പറയും അടുത്ത സൂറത്തിൽ കൂടി അള്ളാഹു പറഞ്ഞ്, ഫല്യഅ്ബുദു ഇതിന്റെ എല്ലാം നിങ്ങളുടെ ബഹുമാനത്തിന്റെയും നിങ്ങളുടെ ജനങ്ങൾ ആദരിക്കുന്നതിന്റെയും നിങ്ങൾക്ക് കച്ചവടമെല്ലാം എളുപ്പമാകാനുള്ള കാരണം നിങ്ങളുടെ നാട്ടിൽ പരിശുദ്ധമായ കാബ അള്ളാഹു നൽകി എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു നിങ്ങൾ ആരാധിക്കൽ, വിഗ്രഹങ്ങളെ മറ്റു നിങ്ങൾ ആരാധിക്കല്ലേ. അള്ളാഹു ഇത് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തിൽ കൂടി. അള്ളാഹു തആല രണ്ട് സൂറത്തിൽ കൂടി ഖുറൈശികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തആല പൊതുവായിട്ട് അവന്റെ നൽകിയ നിഅമത്തുകളെ വിലമതിക്കാനും, പ്രത്യേകിച്ച് ദീനിയായ നിഅമത്തുകൾ അള്ളാഹു തആല നൽകിയാൽ ആ നിഅമത്തുകൾക്ക് കൂടുതൽ ശുക്ർ ചെയ്യാനും അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫീലിന്റെയും സൂറത്തുൽ ഖുറൈശിന്റെയും ചുരുങ്ങിയ തഫ്സീറാണ്. ഏകദേശം നമ്മുടെ 10 സൂറത്തുകൾ നിത്യമായി നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന, സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന
ഏകദേശം 10 സൂറത്തുകളിലെ തഫ്സീർ അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസത്തോടെ പൂർത്തിയായി. എല്ലാവർക്കും ഏകദേശം തഫ്സീറൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷ ഇടണ്ടേ? 10 സൂറത്തിന്റെ ചെറിയൊരു പരീക്ഷ നടത്തണ്ടേ? എന്തായി? എൻ്റെ നോട്ട്സ് എല്ലാവരും നോക്കുന്നുണ്ടോ? ഇന്ന് പരീക്ഷ ഇടല്ലേ? നോട്ട്സ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. എൻ്റെ ചെറിയ PDF ഒക്കെ അയച്ചിട്ടുണ്ടായി. പരീക്ഷ കിട്ടാൻ ആരും മിണ്ടുന്നില്ലല്ലോ. സ്കൂളിലെ പരീക്ഷ പോലെ ചെറിയ സിമ്പിൾ പരീക്ഷ ആയിരിക്കും. നോട്ട്സ് എല്ലാവരുടെ കയ്യിലില്ലേ? അതൊന്നും പറയുന്നില്ലല്ലോ. നോട്ട്സ് ഇല്ലെങ്കിൽ വേണി ഒന്നുകൂടി ഗ്രൂപ്പിലിടാം എൻ്റെ PDF. ഒന്നുകൂടി ഇട്ടാ നന്നായിരിക്കും. സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതാ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കാം. നമ്മൾ കേട്ട് പോയി മാത്രം പോരാ, ഒന്ന് ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കാം. എന്നാലാണ് നമ്മൾ സംസ്കാരത്തിൽ ഓതുമ്പോൾ നമുക്കതിന്റെ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. സംസ്കാരത്തിൽ നമുക്ക് ഉണ്ടാകാനും ശ്രദ്ധ കിട്ടാനുള്ള വഴിയാണ് ഈ ഓരോ ആയത്തുകളിലും എന്താണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കൂടി മനസ്സിലായാൽ നമുക്ക് ആ നമസ്കാരത്തിന്റെ രസവും കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ നോട്ട്സ് ഒന്നുകൂടി ഇടാം. എല്ലാവരും ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യനും എളുപ്പമുള്ള 5 ക്വസ്റ്റ്യൻ ഇടാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അമൽ ചെയ്ത് സൂക്ഷിച്ചുമാറാകട്ടെ. ശരിയല്ലേ? ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. അനല്ലാഹു ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അത്തൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. വഅലൈക്കും സലാം.